ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ട് മുറ്റത്ത് വന്നിരുന്ന് നോക്കാൻ എന്ത് രസമല്ലേ. മഴയൊന്നുമില്ലാതെ രാത്രിക്ക് മഴ പെയ്യണം, രാവിലെ ആകുമ്പോഴേക്കും ആ മഴയൊക്കെ പോയി കഴിയുമ്പോൾ എന്താ പറയണ്ടേ, ചെറിയ മഴത്തുള്ളികളൊക്കെ ഇരിക്കുന്ന മരങ്ങളും നമ്മുടെ വെള്ളത്തുള്ളികളൊക്കെ വീണെടുക്കുന്ന നമ്മുടെ മുറ്റവും ഒക്കെ കാണാൻ, ആ പക്ഷികളുടെ രാവിലത്തെ ഒരു കരച്ചിലോടുകൂടിയൊക്കെ എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടി. ഞാൻ ചില ദിവസങ്ങളിലൊക്കെ രാവിലെ എണീറ്റിട്ട് കുറച്ച് നേരത്തെയൊക്കെ എണീക്കുവാണെങ്കിൽ വലിയ തിരക്കൊന്നുമില്ലാത്ത ദിവസമാണെങ്കിൽ കുറച്ചു നേരം ഇങ്ങനെ മുറ്റത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയും താറാവനും പൂച്ചയും നോക്കുകയൊക്കെ ചെയ്യുവേ. അപ്പൊ ഞാനിന്ന് മുറ്റത്ത് ഇറങ്ങിയപ്പോ തന്നെ പൂച്ചക്കുഞ്ഞ് അപ്പുറത്തുനിന്ന് ഓടി വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് എല്ലാ ദിവസവും ഞാൻ രാവിലെ പാല് കൊടുക്കും. അപ്പം അതിനുവേണ്ടി അവർ ഓടി വന്നേ. അപ്പൊ രാവിലെ എനിക്ക് പാല് ഇച്ചിരി താമസിച്ച രാവിലെ പാല് വരുന്നത്. അപ്പൊ അവർക്ക് ഞാൻ കൊടുക്കാറില്ല. കാരണം ഞാനിപ്പോ ചായ വെക്കുന്നത് തലേ ദിവസത്തെ പാല് എടുത്തു വെച്ചിട്ടാ ഞാൻ രാവിലെ ചായ വെക്കുന്നത്. അപ്പൊ മറ്റേ പാല് വന്നതിന് ശേഷമേ ഞാൻ അവർക്ക് കൊടുക്കുള്ളൂ. അപ്പൊ അത് കിട്ടുന്നോടം വരെ പൂച്ച ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. പൂച്ചയുടെ കൂട്ടത്തിൽ ഇപ്പൊ താറാവും രാവിലെ എണീറ്റിട്ട് പാല് കുടിക്കും. അപ്പൊ രണ്ടുപേരും അതെ, കുറെ സമയത്തേക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇന്ന് എന്റെ കൂട്ടത്തില് എപ്പോഴത്തെയും പോലെ തന്നെ എണീറ്റ് ഒരു ഇച്ചിരി കഴിഞ്ഞപ്പോഴേക്കും ജുവാൻ കരഞ്ഞു ഇറക്കി അവനും എണീറ്റ് വന്നു. ജുവാൻ പിന്നെ ആദ്യം ഒരു കുഞ്ഞി കരച്ചിലുള്ളൂ, പിന്നെ അവൻ ഓക്കെ ആയിക്കോളും. ഇങ്ങോട്ട് ടിവിയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഫോണോ, ചിലപ്പോൾ ഒന്നും വേണ്ട, അവൻ തന്നെ എന്തെങ്കിലുമൊക്കെ കളിച്ചോണ്ടൊക്കെയാൽ അങ്ങ് നടക്കും. ഇന്ന് ഇച്ചിരി നേരം ഫോൺ എന്തോ വേണം, എന്തോ ഗെയിം എന്തോ വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ അതൊക്കെ കണ്ട് അവിടെ ഇരിപ്പുണ്ട് പുള്ളി. സ്കൂളിൽ പോകാനുള്ള മടി കൊണ്ടാണ് ഈ രാവിലെ എണീക്കുന്നത്. ജോഷ് സ്കൂളിൽ പോകാനുള്ള മടി കൊണ്ട് കിടന്ന് ഉറങ്ങുവാണെങ്കിൽ ജുവാൻ രാവിലെ എണീറ്റിട്ട് ഇന്ന് പോവണ്ടാമേ, ഇന്ന് പോവണ്ടാമേ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ജുവാന്. പക്ഷെ ജുവാൻ അത്ര വലിയ കരച്ചിലൊന്നും ഇല്ല കേട്ടോ. ജോഷു LKG UKG അംഗൻവാടിയൊക്കെ എന്ത് കരച്ചിലായിരുന്നു അറിയോ. കരച്ചിൽ എന്നൊക്കെ പറഞ്ഞത് കണ്ണിലേക്ക് ഇങ്ങനെ കുടുകൂടെ ഒഴുകും. ജുവാൻ പിന്നെ കരയത്തൊന്നുമില്ല, ഇങ്ങനെ പോവണ്ട അമ്മേ പോവണ്ട അമ്മേ എന്ന് പറയും. ഇടയ്ക്ക് ഇങ്ങനെ ശ്വാസം ഇങ്ങനെ വലിച്ചൊരു ദീർഘശ്വാസം വിടലും അതൊക്കെ ജുവാന്റെ പണിയുള്ളൂ. എന്നിട്ട് അങ്ങനെ നമ്മൾ എപ്പോഴും സ്കൂളിൽ നിന്നായാലും അങ്ങനെയാന്ന് ടീച്ചർ പറഞ്ഞു. ശ്വാസം ഇങ്ങനെ വലിച്ചു വിടുമെന്ന് പറഞ്ഞിട്ട് വല്ല പ്രശ്നം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം ഡോക്ടറെ കൊണ്ട കാണിച്ചു, പീഡിയാട്രിഷനെ കൊണ്ട കാണിച്ച് അവർ എക്സ്റേ എടുത്ത് തിരിച്ചും മറിച്ചും എല്ലാം പരിശോധിച്ചിട്ട് ഇവനൊരു പ്രശ്നമില്ല. അവിടുന്ന് നമ്മൾ ഈ കാര്യം ഡോക്ടറോട് പറയുമ്പോൾ കേൾക്കുന്നുണ്ടല്ലോ, അന്നേരം അവൻ ഭയങ്കര ശ്വാസം ഇങ്ങനെ വലിച്ചു വിടും. എന്നിട്ട് പിന്നെ എന്നാ പിന്നെ ENT കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഡോക്ടർ എഴുതി ഞാൻ പോയിട്ട് ENT കാണിച്ചു. ENT തിരിച്ചും മറിച്ചും എല്ലാം പരിശോധിച്ചിട്ട് അവരും ഒരു പ്രശ്നം കാണുന്നില്ല. അപ്പൊ സംഭവന ഈ പുള്ളി ഇങ്ങനെ സാധാരണ പിള്ളേർ കരഞ്ഞിട്ടുള്ള ഈ ടെൻഷൻ അങ്ങ് തീർക്കൂലേ, ഈ പുള്ളി കരയത്തില്ല, എല്ലാം മനസ്സിൽ വെച്ച് ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ പോവണ്ടാമേ പോവണ്ടാമേ എന്നത് എപ്പോഴും ഇല്ല, ഇടയ്ക്കിടയ്ക്കേ പറയുള്ളൂ. അപ്പൊ ആ സങ്കടം ഇങ്ങനെ മനസ്സിൽ വെച്ച് പുള്ളി ഇങ്ങനെ ശ്വാസം വലിച്ചു വിടുന്നതാ, ദീർഘശ്വാസം. ഇപ്പൊ കഴിഞ്ഞ ദിവസം അങ്ങനെയൊന്നും വിട്ടാലോ അമ്മ സ്കൂളിൽ വിടൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ 2 ദിവസമായിട്ട് അത് കാണുന്നില്ല കേട്ടോ. പക്ഷെ നമുക്കത് കാണുമ്പോൾ ഒരു പേടിയാവൂല. ടീച്ചറും പറഞ്ഞു പേടിച്ചു പോയി ഇങ്ങനെ ശ്വാസം വിടുന്ന കണ്ടിട്ടെന്ന് പറഞ്ഞു. വീട്ടിലിരിക്കുമ്പോഴും രാത്രി ഉറങ്ങുമ്പോഴൊന്നും ഒരു പ്രശ്നമില്ല. ശ്വാസം മുട്ടലൊക്കെ ഉള്ള പിള്ളേരാണ് രാത്രി ഉറങ്ങുമ്പോഴൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലേ. സ്കൂളിൽ പോകാൻ വേണ്ടി യൂണിഫോം ഇടുമ്പോഴാ പുള്ളിക്ക് പ്രശ്നം. പറഞ്ഞിട്ട് കാര്യമില്ല, കുറച്ചൊക്കെ കഴിയുമ്പോ ശരിയാകുമായിരിക്കും. കാരണം വീട്ടിലേക്ക് ഇരുന്ന് TVയും കണ്ട് നമ്മുടെ കൂടെ നടന്നും അവരുടെ ഇഷ്ടത്തിനൊക്കെ നടക്കുന്നല്ലേ. അപ്പം അതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു എനിക്ക്. ഒരു മടി കൊണ്ടായിരിക്കും ചിലപ്പോ അവന്. ചിലപ്പോ പിള്ളേരൊക്കെ സ്കൂളിൽ പോകാനാകുമ്പം ഒരു വയറുവേദന അങ്ങനെയൊക്കെ. അപ്പൊ ഇന്ന് ഞാൻ രാവിലെ ഗീ റൈസ് ആക്കാന്ന് വിചാരിച്ചു. കാരണം ഇന്നലെ ഞാൻ ഓൾറെഡി അതാക്കി അവർക്ക് വൈകുന്നേരം കൊടുത്തു. അപ്പൊ രാവിലെ അത് തന്നെ മതി, ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകാനും അത് തന്നെ ആക്കി തരുമോന്ന് ചോദിച്ചേ. അപ്പം ഞാൻ പറഞ്ഞത് പിന്നെ ആക്കാന്ന് വിചാരിച്ചു. കാരണം ചോറും ഏത് വെക്കണമെങ്കിലും നമുക്ക് പണിയുണ്ട്. ഇത് ചോറിനേക്കാളും കുറച്ചുകൂടി എളുപ്പമുണ്ട്. ഇതാകുമ്പം ഗീ റൈസും ആക്കി ചിക്കനും പൊരിച്ചാൽ മാത്രം മതി, കുക്കറിൽ വെച്ചാൽ വേഗമാവും. ചോറാകുമ്പം ചോറും ചറുകറിയും തോരനും ഒക്കെ ആക്കട്ടെ. പിന്നെ പിള്ളേർക്കായാലും ഈ അരിയും കൊണ്ട് വെക്കുന്ന അവർക്ക് കുറച്ചും കൂടി ഇഷ്ടം. അപ്പൊ ഞാൻ അത് കുക്കറിൽ ഓൾറെഡി അവിടെ വെച്ചു, അരി വേവിക്കാനും വെച്ചു, പിന്നെ ചിക്കനും അങ്ങ് പൊരിക്കാൻ വെച്ചിട്ട് പിന്നെ അവരുടെ ടൈം ടേബിൾ പ്രകാരം ബുക്കൊക്കെ എടുത്ത് വെക്കാന്ന് തോന്നി. കുറെ ബുക്കൊക്കെ ടീച്ചേഴ്സ് അവിടെ വാങ്ങി വെക്കും കേട്ടോ, പിള്ളേർക്ക് വെയിറ്റ് അല്ല എല്ലാം ചുമന്നുകൊണ്ട് വരണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നല്ല കാര്യമാണ്. നടന്നു വരുന്ന പിള്ളേർക്കൊക്കെ എല്ലാ ബുക്കും ചുമന്നുകൊണ്ട് വരുന്നതൊക്കെ ബുദ്ധിമുട്ടല്ലേ. എന്നിട്ട് രണ്ടുപേരെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത് ഒരുക്കി. TV ഒക്കെ കണ്ടോണ്ട് ഇരിക്കുന്നു. രണ്ടും മടിയുണ്ട് എന്നാലും. ഇന്നലെ ഇച്ചിരി നടക്കും, പിന്നെ ജുവാൻ തിരിച്ചു പോവാന്ന് പറഞ്ഞിട്ട്. ജോഷു ഇന്നലെ കരച്ചിലുമായിരുന്നു പോവാൻ നേരത്ത്. അവിടെ ചെന്നൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ ഓക്കെ ആയി കേട്ടോ. എന്നാലും അവിടെ എത്തുന്നോണം വരെ ഇവർ രണ്ടും ഭയങ്കര. ഇന്നിപ്പോ ജോഷുവായിക്ക് കുഴപ്പമൊന്നുമില്ല. ഇന്നലെ ജോഷു അപ്പടിയൊക്കെ വീഡിയോ എടുക്കുന്ന ദിവസം ജോഷുവായിക്കും സങ്കടമായിരുന്നു. അവരെ ഞാൻ വേഗം കൊണ്ടേയൊക്കെ ആക്കി. ഇന്നലെ മഴയൊന്നുമില്ലായിരുന്നു രാവിലെ പോയപ്പോളെ. പിന്നെ തിരിച്ചു വന്നു. മഴയുള്ളപ്പം ബുദ്ധിമുട്ടായി, പിള്ളേരെ കുടയെല്ലാം ചൂടി ബാഗും എല്ലാം ഞാൻ പിടിക്കണ്ടേ പോക്കും വരവും ഒക്കെ. അങ്ങനെ അവരെ കൊണ്ടാക്കിയിട്ട് ഞാൻ വേഗം തിരിച്ചു വന്നിട്ട് ഞാൻ ഓർത്തൊന്ന്
വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത കണ്ടില്ലേ, വീടിരിക്കുന്ന അവസ്ഥ കണ്ടില്ലേ, ഫുള്ള് അലങ്കോല. തുണിയും എന്താ പറയണ്ട, അവര് കളിച്ചിട്ടുള്ള സാധനങ്ങളും ചെരുപ്പും എല്ലാം ഇങ്ങനെ ഫുള്ള് നിരത്തിയിട്ടാക്കും. അടുക്കളയൊക്കെ ആയാലും അതെ, നല്ലോണം ഒന്ന് അടിച്ചു വാരി തുടച്ചൊക്കെ ഇട്ടാക്കാന്ന് വിചാരിച്ചേ. പിള്ളേര് വീട്ടിൽ ഇരുന്നാൽ തന്നെ അലമ്പ. നമ്മൾ എത്ര അടുക്കി പെറുക്കി വെച്ചാലും അവരൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ ഫുള്ള് അലമ്പാക്കും. അല്ലെങ്കിൽ അവര് സ്കൂൾ വിട്ട് വരുമ്പോഴേക്ക് ഞാൻ എല്ലാം സെറ്റാക്കി വെക്കും. അപ്പം തിരിച്ചു വന്നു കഴിയുമ്പോഴേ ഓടി വന്നിട്ട് എന്താ പറയുക, നിക്കർ അവരുടെ അടുത്ത് ഊരിയിട്ടും ഷർട്ട് അവരുടെ അടുത്ത് ഊരിയിട്ടും എന്നിട്ട് ഒരു കളിപ്പാട്ടം എടുത്ത് കളിക്കും. അത് അവിടെ ഇട്ടിട്ട് പോകും. പിന്നെ അടുത്ത ബുക്ക് എടുത്ത് കളർ ചെയ്യാൻ കളിക്കൊടുക്കുക എന്തെങ്കിലും എടുക്കും. മീൻസ് എടുത്തല്ല അവിടെ തന്നെ ഇട്ട് അവര് തന്നെ പിന്നെ ഫുൾ അലങ്കോലാക്കും. അങ്ങനെ ഇതിപ്പോ കുറച്ച് ദിവസമായി ഞാൻ വൃത്തിയൊക്കെ ആക്കിയിട്ട്. അപ്പൊ ഇന്ന് എന്തായാലും ഒന്ന് വൃത്തിയാക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാന് ഇതാക്കണ്ടില്ലേ, കട്ടിലൊക്കെ കിടക്കുന്നുണ്ടല്ലേ, എല്ലാം അപ്പടി മോശമാ. നല്ലോണം ഒന്ന് എന്താ ജസ്റ്റ് ഒന്ന് തുടയ്ക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ എല്ലാ റൂമെല്ലാം തുടയ്ക്കാൻ പറ്റുന്ന നടത്തില്ല, അടിച്ചു വരുമ്പോ തന്നെ മടുക്കും. ഇതിപ്പോ ഞാൻ എല്ലാം അടിച്ചുണ്ട് വൃത്തിയാക്കി. ഹാളൊക്കെ നല്ലോണം ഞാനൊന്ന് തുടച്ചിട്ട് കിടാം. മേലേക്ക് പിന്നെ കയറിയേയില്ല, എല്ലായിടത്തും അധികം അങ്ങനെ നമ്മൾ പോവാത്തത് പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും പൊടിയൊക്കെ ഉണ്ട്. ഇപ്പൊ എല്ലാം കൂടി നമുക്കൊരു സമയത്താവത്തില്ല. ഇതുമാക്കി ഉച്ചക്കത്തെ ഫുഡും ആക്കി അവരെ കൂട്ടിക്കൊണ്ട് വരാനൊക്കെ പോണം. പിന്നെ ജുവാനാണെങ്കിൽ PTA മീറ്റിംഗും ഉണ്ട്, എല്ലാത്തിനും കൂടി പോണം. താഴ്വശം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എല്ലാം അടിച്ച് വാരി തുടച്ച് ചവിട്ടിയൊക്കെ അലക്കി ഇതൊക്കെ എടുത്തിട്ട് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഭിത്തി പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല, എന്താ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവന്മാരുടെ കലാവിരുദ്ധ. ഇപ്പം വരയ്ക്കുന്നില്ല കേട്ടോ, ഇത് കഴിഞ്ഞ വർഷത്തെ കലാവിരുദ്ധ ഭിത്തിയെ ഫുള്ള് കാണുന്നത്. ഇനിയിപ്പം പെയിന്റ് ഒക്കെ അടിക്കുമ്പോൾ പോകും. ഇപ്പോഴേ പെയിന്റ് അടിക്കാനും പറ്റത്തില്ല, ഇനി ഇവര് വരയ്ക്കുമോന്നൊന്നും അറിയത്തില്ല. ജോഷ് 1ാം ക്ലാസ്സിലെത്തി, എന്നാലും ജുവാൻ LKG അല്ലേ. ജുവാന് ഇപ്പൊ സ്ലേറ്റേല എഴുതുന്നേ, മറ്റേ പെൻസിലൊക്കെ എടുക്കാൻ തുടങ്ങുന്നുള്ളൂ. നേരത്തേക്കും ക്രയോൺസ് ഒക്കെ എടുക്കുമ്പോഴേക്കും പുള്ളിയുടെ അടുത്ത വരയൊക്കെ തുടങ്ങും. അടുക്കളയും എല്ലാം ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി എല്ലാം സെറ്റ് ആക്കിട്ടോ അടുത്തു. അപ്പൊ ഏകദേശം ഒരു മണിയൊക്കെ. ഇനി വേഗം അവർക്ക് 3 മണി എനിക്ക് PTA മീറ്റിംഗ് ഉണ്ട് 2:30. അപ്പം 2:30 PTA മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അവരെയും കൂട്ടിയിട്ടേ വരും. അപ്പൊ അവർക്ക് വരുമ്പം കഴിക്കാനുള്ളതും കൂടെ എനിക്ക് സെറ്റ് ആക്കിയിട്ട് വേണം പോകാൻ വേണ്ടി. അപ്പൊ ഞാൻ വേഗം കുളിച്ചു, കാരണം പണിയൊക്കെ എടുത്ത് മടുത്തില്ലേ, വിശർപ്പൊക്കെ ചെയ്തായിരുന്നു. അപ്പൊ ഞാൻ കുളിച്ചിട്ട് തിരിച്ചു വന്നിട്ട് അവർക്ക് എന്താ പറയണ്ടേ, വൈകുന്നേരം കൊടുക്കുന്നതൊക്കെ ആക്കിയിട്ട് അത് കൊടുക്കാന്ന് വിചാരിച്ചു. ഞാൻ എല്ലാ ദിവസവും കുളിച്ചിട്ട് വന്നിട്ട് ഫേസിൽ തേക്കുന്ന ഒരു ക്രീമാട്ടോ, എന്റെ പേര് ഞാൻ മറന്നുപോയി, പക്ഷെ നല്ല ക്രീം. അത് തേച്ചിട്ട് എന്റെ മുഖത്ത് എനിക്ക് നല്ല മാറ്റങ്ങളൊക്കെ തോന്നുന്നുണ്ട്. ചേട്ടാ എനിക്ക് വാങ്ങി തന്നായിരുന്നു. ഞാൻ ആദ്യമൊന്നും ഇങ്ങനെ, എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര മടിയാ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ആക്കാനൊക്കെ. ഇപ്പൊ ഞാൻ പിന്നെ നമ്മളെ ശ്രദ്ധിക്കണ്ടല്ലേ. അപ്പൊ ഞാൻ ഇതൊക്കെ അത്യാവശ്യമൊക്കെ കിട്ടുന്ന ക്രീമുകളൊക്കെ എടുത്ത് എല്ലാം തൂക്കൊന്നുമില്ല, നല്ലതാണെന്ന് തോന്നുന്നതൊക്കെ ആണെങ്കിൽ ഞാനത് ആക്കും കേട്ടോ. തല നനച്ചില്ല, തല നനച്ച് കഴിഞ്ഞപ്പോ PTA മീറ്റിങ്ങിന് പോകാനാകുമ്പോഴേക്കും മുടിയൊക്കെ ഒരുമാതിരി ഒട്ടിയിരിക്കും. അതുകൊണ്ട് ഞാൻ തലയൊന്നും നനയ്ക്കാതെ അങ്ങ് കെട്ടിവെച്ചു. ഇനിയിപ്പോ സമയം നേരത്തും അങ്ങ് എത്തി. മഴയും പെയ്യുന്നുണ്ട്. ഇന്ന് മഴ നനഞ്ഞ് മീറ്റിങ്ങിന് പോകേണ്ടി വരും തോന്നുന്നു. കാരണം ഞാൻ റോട്ടിൽ കൂടെ അല്ല, ഈ ഊടുവഴി കയറി പോകുന്നത് കൊണ്ട് നിറച്ചും പുല്ലും ഒക്കെ. അപ്പോഴേക്ക് നമ്മുടെ ഒരു അരയ്ക്ക് താഴോട്ട് ഫുള്ള് നമ്മള് നനയും അങ്ങോട്ട് പോകുമ്പോഴേക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു വൈകുന്നേരം പാലപ്പം കൊടുക്കും. ചിക്കൻ കഴിഞ്ഞ ദിവസം വാങ്ങിയതിന്റെ ബാലൻസ് കുറച്ച്, പൊരിച്ചതിന്റെ ബാലൻസ് ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ട് കറിയാക്കാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഞാന് വൈകുന്നേരം വരുമ്പോ അവർക്ക് ആ ചിക്കൻ കറിയും വെച്ചിട്ട് പാലപ്പം ഉണ്ട്. പാലപ്പത്തിന്റെ പൊടി ഞാൻ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ അതും ആക്കിയാല് പാലപ്പം ചിക്കൻ കറിയും രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടം, അവര് കഴിച്ചോളൂല്ലോ. എനിക്കാണെങ്കിൽ ഇഷ്ടമാണ്. അപ്പം ഇന്നത്തെ ഈ ദിവസം, ഈ വീടെടുക്കുന്ന ദിവസം ചോറ് വെച്ചിട്ടേ ഇല്ല കേട്ടോ. രാവിലെ ഗീ റൈസ് അവർക്ക് കൊണ്ടുപോകാനാക്കിയപ്പം അത് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് അതും കഴിച്ചു, ചിക്കൻ പൊരിച്ചതും. ഉച്ചയ്ക്ക് പിന്നെ ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചില്ല. 4 മണിയൊക്കെ ഞാൻ പിള്ളേർ വരുമ്പം ഈ പാലപ്പം കൊടുക്കാന്ന് വിചാരിച്ചു. വൈകുന്നേരവും ജുവാൻ പാലപ്പം കഴിച്ചു. ജോഷു ഗീ റൈസിന്റെ ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു. പിള്ളേർക്ക് ചോറിനേക്കാളും ഇഷ്ടം ഇങ്ങനെയൊക്കെ കഴിക്കുന്ന കേട്ടോ. പിന്നെ ഞാനും പിള്ളേരും മാത്രം ഉള്ളപ്പോ ഞങ്ങൾക്കും അങ്ങനെ, എനിക്കും അങ്ങനെ പ്രത്യേകിച്ച് ചോറ് വേണമെന്നൊന്നുമില്ല. അപ്പൊ ഞാനും അവരുടെ കൂട്ടത്തിൽ അതൊക്കെ തന്നെ കഴിക്കും. അപ്പൊ ഈ എന്താ പറയണ്ടേ, വെള്ളയപ്പത്തിന്റെ മിക്സ് നമ്മള് എന്താ പറയുക, മിക്സിയിലെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലെ കുറച്ച് ഉപ്പും പഞ്ചസാരയും ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ 1 മിനിറ്റ് ഒന്ന് അടിച്ചെടുത്ത് വെച്ചാൽ മതി. കറക്റ്റ് 1 മണിക്കൂർ ആകുമ്പോഴേക്ക് നല്ലോണം പുളിച്ച് സെറ്റായി വന്നിട്ടുണ്ടാവും. അപ്പൊ ഞാനിങ്ങനെ ആക്കി വെച്ചിട്ട് പോവുകയാണെങ്കിൽ തിരിച്ചു വരുമ്പോഴേക്ക് ചിക്കൻ കറി ആക്കി വെച്ച് തിരിച്ചു വരുമ്പോൾ അവർക്ക് വേഗം പാലപ്പം ചുട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം അത് അവിടെ സെറ്റാക്കി വെച്ചു. തിരിച്ചു വരുമ്പം അത് പുളിച്ചു പൊങ്ങി നല്ല റെഡി ആയിട്ട് ഇരുന്നോളും. ഇതിപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയാ ഇഡ്ഡലി ആക്കാന്ന് ഞാൻ വിചാരിച്ചു.
അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ സൂപ്പർ മാർക്കറ്റിൽ ഇപ്പം ഇഡ്ഡലി റൈസ് വാങ്ങിയിട്ട് വരും കേട്ടോ. പച്ചരി പോലെ ഇഡ്ഡലി റൈസ് വേറെ എന്തോ വേറെ ഒരു അരി, എന്താ അരിയാന്ന് എനിക്ക് അത്ര, ഇഡ്ഡലി റൈസിന് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതും ഒരു ഗ്ലാസ് എടുത്തു, കുറച്ച് ഉഴുന്നും ഇട്ടു. പിന്നെ ഞാൻ ഇന്ന് ചോറൊന്നും വെക്കാത്തതുകൊണ്ട് മയം കിട്ടാൻ വേണ്ടി ചോറിടാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, കുറച്ച് ചോറ് വെക്കുന്ന അരിയില്ലേ അതും ശകലം ഇട്ട് ഉലുവയും കൂടി ഇട്ടിട്ട് നല്ലോണം കഴുകി അത് കുതിർക്കാൻ വെച്ചു. പക്ഷെ ഇഡലി കുഴപ്പമൊന്നുമില്ല. ഇന്ന് രാവിലെ ആക്കിയപ്പോളെ അതിന് ഞാനൊരു വൈകുന്നേരം അല്ലേ വെള്ളത്തിലിട്ടത്, അതുകൊണ്ടാണോ കുറെ സമയം വെള്ളത്തിൽ കിടക്കാത്തോണ്ടാണെന്ന് അറിയത്തില്ല. എപ്പോഴത്തെ നമ്മള് നല്ലൊരു പതുപതുപ്പ് അങ്ങ് ഇഡലിക്ക് വന്നു. നല്ല ഇഡലിയൊക്കെ ആയിരുന്നു കേട്ടോ. ഇത് ചിക്കൻ കറി വെക്കാൻ വേണ്ടി ഞാൻ ഓൾറെഡി ചിക്കനൊക്കെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇഞ്ചി എണ്ണ ഒഴിച്ചിട്ട് ഞാൻ കടുക് പൊട്ടിച്ചില്ല, കടുക് പൊട്ടിക്കാതെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നല്ലോണം ഇടിച്ചിട്ട് അതങ്ങ് ഇട്ട് കൊടുത്തു. അപ്പൊ അതിന്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളറായപ്പം സവോള, തക്കാളി, പച്ചമുളക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തു കേട്ടോ. അത്യാവശ്യം സവോളയുടെ ഒക്കെ ഒരു കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായപ്പോഴേക്കും അതിലേക്ക് പിന്നെ പൊടികള്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഇത് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഒന്നും ഞാൻ ഇട്ടില്ല കേട്ടോ. ഇത് രണ്ടും മാത്രം, ഇത്രയും പൊടികളെ ഞാൻ ഇട്ടുള്ളൂ. ഇടയ്ക്ക് നമ്മൾ ചിക്കൻ വെക്കുമ്പോൾ എപ്പോഴും ഈ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക്, മസാല അതോ അങ്ങനത്തെ ഒരു ഇത് മാറ്റിയിട്ട് ഇടയ്ക്ക് മല്ലിപ്പൊടി ഒഴിവാക്കി നോക്കുക, ചിക്കൻ മസാല മാത്രം ഇട്ടിട്ടാക്കി നോക്കുക. അതൊക്കെ ഒരു വേറെ വേറെ ഒരു ടേസ്റ്റ് ആയിട്ട് ഞാൻ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആക്കും. ചില സമയം ഞാൻ മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും മാത്രം ഇട്ടിട്ട് ചിക്കൻ കറി വെക്കും. അത് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആട്ടോ. അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ ചിക്കൻ മസാല ഇല്ലാതെ ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും അങ്ങനെ ഇട്ടിട്ട് ചിലപ്പോൾ ഇച്ചിരി ഗരം മസാലയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ വെക്കും. ഓരോ രീതിക്ക് വെക്കുമ്പോഴും ഓരോ ടേസ്റ്റാ. ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ ചെടയൊക്കെയായാലും ഓരോരോ വെറൈറ്റി പിടിച്ചാലൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. എങ്ങനെ വെച്ചാലും അല്ലാതെ എപ്പോഴും കഴിക്കുന്ന അതേ രുചിക്ക് വേണമെന്നൊന്നുമില്ല. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഓരോരോ വെറൈറ്റികൾ പരിശോധിക്കും. ചിക്കൻ കറി വെച്ചോണ്ടിരിക്കും, ഇതാ പുറത്തുനിന്നൊരു കോളിംഗ് ബെൽ, ഓടിപ്പോയി നോക്കുമ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ പോസ്റ്റ് വുമൺ ചേച്ചിയായിരുന്നു. അപ്പം ഞാനൊരു ഡ്രസ്സ് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നേ, അത് ഇന്നലെ വന്നതായിരുന്നു. അപ്പൊ ഇന്നലെ ജോഷുവിന്റെ മീറ്റിങ്ങിന് പോയതുകൊണ്ട് ഇന്നലെ കിട്ടിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് വേഗം വന്നാൽ ഞാനിവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ വേഗം മീറ്റിങ്ങിന് പോകുമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി വേഗം കൊണ്ട് തന്നതാട്ടോ. ഇത് കിട്ടിയപ്പോ എനിക്ക് സന്തോഷം. അപ്പൊ ഞാൻ ഓർത്ത് ഇന്നലെ മീറ്റിങ്ങിന് പോകുമ്പം ഇത് ഇട്ടിട്ട് പോവാന്ന് വിചാരിച്ചു. എന്റെ ഉച്ചക്കത്തെ ഭക്ഷണമുണ്ട്, ഞാൻ കഴിച്ചു. ഞാൻ 2-3 ചിപ്സാ തിന്നെ, അത് തിന്നിട്ടാ പോയത്. രാവിലെ ഓൾറെഡി മറ്റേ ഗീ റൈസ് ഒക്കെ തിന്നത് വിശക്കൊന്നും ഇല്ലായിരുന്നു വലിയ കാര്യമായിട്ട്, എന്നാലും ചെറുതായിട്ടൊരു വിശപ്പുണ്ട്. പിന്നെ ഞാൻ ഒത്തിരി സാരമില്ല പോട്ടെ, വന്നിട്ട് കുറച്ച് തടിയൊക്കെ കുറയ്ക്കാൻ ഫുൾ ടൈം 3 നേരം കഴിക്കാതെ ഇന്ന് തിരിച്ചു വന്നിട്ട് പിള്ളേർക്ക് കൊടുത്ത് കഴിക്കാം. ഇനിയിപ്പോ കഴിക്കാൻ നിന്നാലും സമയം പോകും. അപ്പൊ ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറിയിട്ട് 2:30 ആകുമ്പോ എത്തണം. ഇപ്പൊ സമയം ഏകദേശം ഒരു 2:25 ആയി. 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഈ ഡ്രസ്സ് എനിക്ക് ഇന്ന് കിട്ടി, നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടി. നല്ല എന്താ പറയുക, നെക്കിനൊക്കെ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലത്തെ നല്ല നല്ല ഡ്രസ്സൊക്കെ വേണമെങ്കിൽ ഞാൻ വാട്സപ്പ് ലിങ്ക് കൊടുക്കാം, നിങ്ങൾ അതിന്റെ അകത്ത് ജോയിൻ ചെയ്താൽ മതി. നല്ല അടിപൊളിയായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സുകളും ചുരിദാർ മെറ്റീരിയലും കുർത്തികളും സാരിയും ഒക്കെ കിട്ടും കേട്ടോ. അപ്പൊ നിങ്ങൾ അതിനകത്ത് വേണമെങ്കിൽ ജോയിൻ ചെയ്താൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താക്കാം വാട്സപ്പ് ലിങ്ക്. അപ്പൊ ഞാൻ വേഗം ഒരുങ്ങി. പുറത്ത് നല്ല മഴയായതുകൊണ്ട് എനിക്ക് ഓൾറെഡി മടിയുണ്ട്. ഞാൻ ടീച്ചറിനോട് ചോദിച്ചു ഇന്നലെ മീറ്റിങ്ങിന് വന്നല്ലേ ഇന്ന് വരണോന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഇന്ന് പോരെ, കാരണം പാരന്റ്സ് ഫസ്റ്റ് ചെന്നിട്ട് പിള്ളേരെ കൂട്ടിക്കൊണ്ട് വേണം മീറ്റിങ്ങിന് പോകാൻ വേണ്ടി. അപ്പം എല്ലാവരുടെയും വീട്ടിൽ നിന്ന് വരുമ്പോഴേ ജുവാന് മാത്രം ഇല്ലെങ്കിൽ തന്നെ ജുവാന് സങ്കടം. അപ്പൊ ഞാൻ ചെല്ലാതെ ബാക്കി എല്ലാവരും കൂട്ടിക്കൊണ്ട് പോകാൻ സങ്കടം വരത്തില്ലേ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ പോയാക്കാന്ന് വിചാരിച്ച് ഞാൻ ചെന്നു. എന്നെ കാണുമ്പോഴേക്ക് എന്തൊരു സന്തോഷം എന്നിട്ട്, ജുവാനൊരു ഓട്ടം ഒക്കെ ഉണ്ട് എന്നെ കാണുമ്പോളേ. എന്റെ ചുരിദാർ ഇട്ടിട്ടുള്ള ചെറിയ ഷോ ആയിട്ട് നല്ല ഭംഗിയില്ല, എന്ത് രസമാ തിളക്കമൊക്കെ കാണാൻ വേണ്ടി. ലൈറ്റൊക്കെ അടിക്കുമ്പോഴേക്ക് ആ കല്ലൊക്കെ ഇങ്ങനെ മിനുമിനാന്നാ തിളങ്ങുന്നത്. അതും ചുരിദാറിന്റെ ആ മെറ്റീരിയലിന് തന്നെ ചെറിയൊരു ഡിസൈൻ ഉണ്ട്. കൈയായാലും നോക്കിക്കേ നല്ല രസമുണ്ട്. സോഫ്റ്റ് മെറ്റീരിയൽ ഒന്നുമല്ല, കുറച്ചൊരു റഫ് മെറ്റീരിയൽ കേട്ടോ. എനിക്കൊരു അങ്ങനത്തെ മെറ്റീരിയൽ സോഫ്റ്റ് വേണം അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇട്ടിട്ട് പോയിട്ടായാലും എല്ലാവരും നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ചിക്കൻ കറി ഏകദേശം ആയിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ അങ്ങ് ഓഫാക്കി വെച്ചിട്ട് അടച്ചു വെച്ചു. അത് നേരെ അങ്ങ് പോയിട്ടോ. മഴ കണ്ടില്ലേ, ഈ എന്താ പറയണ്ടേ, ബക്കറ്റിൽ നിന്ന് കോരി ഒഴിക്കുന്ന പോലെ മഴത്തുള്ളി വീഴുന്നത്. ഇതിൽ വേണം ഞാൻ ഇപ്പൊ ഇനി നനഞ്ഞു വറക്കി അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടി. ഡോറും എല്ലാം ഞാൻ അടച്ചിട്ടിന്. ഇതിലെങ്കിലും കുഞ്ഞു തോട്ടം ഉണ്ടെങ്കിലേ ആ പൂച്ചക്കുഞ്ഞ് കയറും. താറാവിന് പിന്നെ പറന്ന് കയറാൻ പറ്റാത്തോണ്ട് അവർ അതിനെ കൂടെ കയറത്തില്ല. ബാക്കി എവിടെ ഓട്ടമുണ്ടല്ലോ ഒരു രക്ഷയില്ല പൂച്ചക്കുഞ്ഞിനെ കൊണ്ട്. ഞാൻ അങ്ങനെ ഉള്ളിൽ കയറ്റത്തില്ല, കാരണം പിള്ളേരൊക്കെ ഉള്ളതല്ലേ, മാന്തോ ഉറക്കുകയോ ചെയ്ത് എവിടെ നിന്നൊക്കെ വരുന്ന പൂച്ചകൾ നമുക്കറിയത്തില്ല. പൂച്ചക്കുഞ്ഞ് ഇവിടെ തന്നെ ഉള്ളതാണെങ്കിലുവേ വേറെ പൂച്ചയൊക്കെ വരികയൊക്കെ ചെയ്യുന്നല്ലേ. അപ്പൊ ഞാൻ എല്ലാ ജനലും എല്ലാം അടച്ച് ഒരു ഉള്ളിലോട്ടൊന്നും കയറ്റത്തില്ല, പുറത്തുനിന്ന് കാണുമ്പോഴുള്ള സ്നേഹമൊക്കെ ഉള്ളു.
മഴ കണ്ടില്ലേ നീ? മഴ ഞാൻ കുട എടുത്തു, കാരണം തിരിച്ചു വരുമ്പോ മഴയാണെങ്കിൽ അവന്മാർക്ക് കുട കൊടുക്കണ്ടേ. കുട ഞാൻ എപ്പോഴും പോകുമ്പോൾ കൊണ്ട കൊടുക്കും, തിരിച്ചു വരുമ്പോൾ കൊണ്ടുവരും. അങ്ങനെ അവരുടെ കയ്യിൽ ക്ലാസ്സിൽ വെക്കാനായിട്ട് അങ്ങനെ കൊടുക്കാറില്ല. കാരണം ക്ലാസ്സിൽ അവർക്ക് കുട ചൂടി പോവേണ്ട ആവശ്യമൊന്നും ഇല്ല. ടോയ്ലറ്റിൽ പോകണമെങ്കിലൊന്നും കുടയുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ പി ടി എ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് രണ്ടുപേർക്ക് ജുവാൻ നടക്കുകയില്ലായിരുന്നു. ആദ്യമേ ഞാൻ 2 ബാഗും കുടയും ഇവനെ എടുക്കുമായിരുന്നു. പിന്നെ എന്തൊക്കെയോ പറഞ്ഞു പറക്കി സോപ്പൊക്കെ ഇട്ട് പുള്ളിനെ നടത്തിക്കുക. നടപ്പ് നോക്കും പാവം, കുടയൊക്കെ ചൂടിയിട്ട്. തിരിച്ചു വന്നപ്പോ കുറെ കാലയിലെല്ലാം ചെളിയും ഇതൊക്കെ പറ്റിയായിരുന്നു. അപ്പൊ ജോഷും ജുവാനും വേഗം ബാത്റൂമിൽ വന്ന് കൈയും കാലും മുഖവും ഒക്കെ കഴുകി. എന്റെ ജുവാന്റെ കഴുക്കൊക്കെ നോക്കിക്കേ, ഇവന്മാർക്ക് ഭയങ്കര വൃത്തിയാട്ടോ. കയ്യേലെ കാലിലൊന്നും ഒരു തുള്ളി ചെളിയൊന്നും വെക്കൂല. ആരും പറയണ്ട, അവര് തന്നെ പോയി അവരുടെ കാലും കൈയൊക്കെ കഴുകി സെറ്റ് ആക്കി.